കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡുറൻ കപ്പിലൂടെ അരങ്ങേറ്റം കിട്ടിയിട്ടുള്ള ഒരു താരമാണ്. തിരുവനന്തപുരംകാരനാണ്. യെസ്, MS ശ്രീകുട്ടൻ. ഈ താരത്തെ പറ്റിയാണ് ഇന്നത്തെ മസ്റ്റ് വാച്ച് ഔട്ടിന്റെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. November 30 മണിക്കുട്ടൻ ശ്രീദേവി ദമ്പതികളുടെ മകനായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ചൂളയിലാണ് ശ്രീകുട്ടൻ ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിച്ച് തുടങ്ങിയിരുന്നു ശ്രീകുട്ടൻ. പ്രത്യേകിച്ച് 3s 5s ഒക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. ആ സമയത്താണ് ശ്രീകുട്ടൻ്റെ പിതാവ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദിനേശ് കോച്ച് എന്ന് പറയുന്നൊരു കോച്ചിൻ്റെ കീഴിലൊരു ട്രെയിനിങ് ക്യാമ്പൊക്കെ നടക്കുന്നത്. അപ്പം അവിടെ കൊണ്ടുവിടുന്നത്. അപ്പം അവിടെ കളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ശ്രീകുട്ടൻ ഒരു 10 വയസ്സൊക്കെ ഉള്ളൊരു സമയത്താണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽസ് വിളിക്കുന്നത്. അപ്പം ഈ ദിനേശ് കോച്ച് തന്നെയാണ് ശ്രീകുട്ടനോട് അത് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് ശ്രീകുട്ടൻ്റെ ഒരു കരിയറിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അതായത് സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെയാണ് പത്തനംതിട്ട സ്പോർട്സ് കൗൺസിൽ ടീമിൻ്റെ ഭാഗമായിട്ട് ശ്രീകുട്ടൻ മാറുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തു. ശേഷം +1 +2 സമയത്താണ് MSPയിൽ എത്തുന്നത്. ആ സമയത്ത് തന്നെ ഖേലോ ഇന്ത്യയുടെ കേരള ടീമിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 2022 +2ൽ പഠിക്കുന്ന സമയത്താണ് ശ്രീകുട്ടന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള ഒരു സെലക്ഷൻ ലഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് ജെൻ കപ്പ് കളിക്കാനുള്ള ഒരു അവസരമൊക്കെ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ വെച്ചാണ്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് 18 വയസ്സായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ UK ഒരു വിസ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് UK ഫ്ലൈ ചെയ്യാൻ പറ്റാതെ പോയതും ഈ നെക്സ്റ്റ് ജെൻ കപ്പിൽ കളിക്കാൻ പറ്റാതെ പോകുന്നതും. പിന്നീട് അദ്ദേഹം കണ്ടിന്യൂസ്ലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി വിവിധ ടൂർണമെന്റിൽ മികച്ച പെർഫോമൻസ് നടത്തി. കൂടുതലും അദ്ദേഹം ഒരു വിങ്ങറായിട്ട് കളിക്കുമായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു താരത്തെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ റിസൾട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മിക്ക മത്സരത്തിലും ശ്രീകുട്ടൻ സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം RFDL ആണെങ്കിലും KPL ആണെങ്കിലും ഇപ്പം ഗോവയിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റ് കളിച്ചിരുന്നു. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 20 ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ ശ്രീകുട്ടൻ അടിച്ചത്. എന്താണെങ്കിലും അദ്ദേഹത്തിന് ഇത്തവണ ഒരു സീനിയർ ടീമിലായിട്ടുള്ള ഒരു അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഡുറൻ കപ്പിൽ CSFനെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ കളിക്കുന്നത്. കഴിഞ്ഞൊരു മത്സരത്തിൽ അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങർ റോളിലാണ് കളിച്ചത്. എങ്കിലും അദ്ദേഹം കൂടുതലും ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു സ്കോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. ഇനി ഒരു കാര്യം പറയാം. ശ്രീകുട്ടൻ തന്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നത് ക്രിക്കറ്റ് ആയിരുന്നു. എന്നാൽ ശ്രീകുട്ടന്റെ അച്ഛന് അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്നുള്ളതൊക്കെ ആയിരുന്നു ആഗ്രഹം. കാരണം ശ്രീകുട്ടന്റെ പിതാവ് ഒരു കടുത്ത ഫുട്ബോൾ പ്രേമിയായിരുന്നു. അങ്ങനെയാണ് ഫുട്ബോൾ ശ്രീകുട്ടൻ കളിച്ചു തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് ശ്രീകുട്ടനും ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ശ്രീകുട്ടന്റെ ഫുട്ബോൾ ജേർണിയും ആരംഭിച്ചു. അങ്ങനെ 2022ലാണ് ശ്രീകുട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ എത്തുന്നത്. സോ ഇതാ 2024 തന്റെ 19ാമത്തെ വയസ്സിൽ ഏതൊരു മലയാളി കുട്ടിയും ആഗ്രഹിക്കുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ ശ്രീകുട്ടൻ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. നിലവിൽ അദ്ദേഹത്തിന് 19 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു തുടക്ക കാലഘട്ടത്തിലാണ് നിൽക്കുകയും ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് വിദേശ സ്ട്രൈക്കർമാർ, ഗോൾ അടിച്ചു കൂട്ടുന്ന സ്ട്രൈക്കർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ശ്രീകുട്ടന് നമ്മുടെ ഒരു മലയാളി പ്ലെയർ എന്ന നിലയിൽ വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടുന്നൊരു താരമായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്.